വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് മൈസെൽഫ് സുദേവ്. അപ്പോൾ മക്കളെ, നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ പ്രൊജക്ടൈൽ മോഷൻ്റെയും അതേപോലെ തന്നെ റിസൾട്ടന്റ് വെക്ടറിൻ്റെയും വീഡിയോസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേഷൻസിൻ്റെ ഒക്കെ വീഡിയോസ് ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിലുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ആ ഒരു ഡിസ്കഷൻ സെക്ഷൻ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ചോദ്യങ്ങൾ, ബാക്കി എക്സാമിന് വരാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അറിയാലോ, മോഷൻ ഇൻ എ പ്ലെയിൻ. അതിൽ ആദ്യം വരുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് വേഗം വായിച്ച് പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിഫറൻഷിയേറ്റ് സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സ്കേലാറും വെക്റ്റർ ക്വാണ്ടിറ്റീസും എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടാ, സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മക്കളെ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാകൂല. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. അതായത് അതിന്റെ അർത്ഥം എന്താ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അളവ് ഉണ്ടാവും, പക്ഷെ അതിന് എന്ത് വേണ്ട? ഡയറക്ഷൻ വേണ്ട. അപ്പോ ഡയറക്ഷൻ വേണ്ടാത്ത ക്വാണ്ടിറ്റീസ് ആണ് ആര്? സ്കേലാർ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ ഡിസ്റ്റൻസ്, സ്പീഡ്, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. ഇനി എന്താ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? നേരെ ഓപ്പോസിറ്റ്. എന്തൊക്കെ ഉണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും? ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റികൾക്കാണോ അളവുമുണ്ട് ഡയറക്ഷനും ഉണ്ട്, അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്, അങ്ങനത്തെ ക്വാണ്ടിറ്റികളെ നമ്മൾ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ സ്കേലാറും വെക്ടറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? രണ്ട് എക്സാമ്പിൾ പഠിക്കുക, ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കംപ്ലീറ്റ് ആയി. എന്താ ഈ സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ എന്താ പ്രത്യേകത? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, അതിന്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം എന്താ? വെൻ ടു വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ. രണ്ട് വെക്ടറുകൾ ഈക്വൽ വെക്ടേഴ്സ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇപ്പൊ ഞാൻ രണ്ട് വെക്ടർ വരക്കാണ്, ശ്രദ്ധിച്ചോട്ടാ. രണ്ട് വെക്ടർ വരക്കാണ്. ഇപ്പൊ ആദ്യത്തെ വെക്ടറിന്റെ പേര് ഞാൻ കൊടുക്കാണ് എ, രണ്ടാമത്തെ വെക്ടറിന്റെ പേര് ബി. ഈ രണ്ട് വെക്ടർ ഈക്വൽ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? രണ്ട് വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡും അതേപോലെ ഡയറക്ഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഇഫ് ടു വെക്ടേഴ്സ് ആർ ഹാവിംഗ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, then we can call those vectors as equal vectors. നമുക്ക് രണ്ട് വെക്ടറുകളെ ഈക്വൽ വെക്ടർ എന്ന് വിളിക്കാം. എപ്പോഴാ വിളിക്കാൻ പറ്റുക? അതിന്റെ ഡയറക്ഷൻ. ഇപ്പൊ രണ്ട് വെക്ടറും എങ്ങോട്ടാണ്? അങ്ങോട്ടല്ലേ? രണ്ടിന്റെയും ഡയറക്ഷനും സെയിം ആയിരിക്കണം, അതേപോലെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സിന് എന്തെന്ന് പറയാം? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ അവിടെ എഴുതി വെച്ചാൽ നോക്കി, ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. രണ്ട് വെക്ടറുകൾക്ക് ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും വരികയാണെങ്കിലാണ് നമുക്ക് അവരെ എന്തെന്ന് പറയാ? ടു ഈക്വൽ വെക്ടേഴ്സ് എന്ന് നമ്മൾ അതിനെ പറയാം. ഇനി എന്താണ് നൾ വെക്ടർ? ശ്രദ്ധിച്ചോട്ടാ, നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും, സീറോ വെക്ടർ. എന്താണ് ഈ നൾ വെക്ടറും സീറോ വെക്ടറും? അതായത് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഒരു വെക്ടറിന്റെ അളവ് സീറോ ആണെങ്കിൽ ആ വെക്ടറുകളെ നമുക്ക് എന്തെന്ന് പറയാം? നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറയാം. ഓക്കെ, സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് പറയുന്നത് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ അതിന്റെ അളവ് സീറോ ആയിട്ട് വരുന്ന വെക്ടറുകളാണ് നൾ വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ എഴുതി വെച്ച് നോക്കി, എ നൾ വെക്ടർ ഓർ സീറോ വെക്ടർ ഈസ് എ വെക്ടർ ഹാവിംഗ് സീറോ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ പഠിക്കണം. അതിന്റെ ഡെഫിനിഷൻ നോക്കുക, അതേപോലെ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ എന്താ? ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഒരു വസ്തു അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെയാണ് നിൽക്കണേ, ഞാൻ കുറച്ചു നേരം അങ്ങോട്ട് നടന്നതിന് ശേഷം തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ സീറോ ആയിരിക്കും. കാരണം എന്താ? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നിന്നിരുന്ന പോയിന്റും ഇപ്പൊ നിൽക്കുന്ന പോയിന്റും തമ്മിലുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ ആദ്യം നിന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സീറോ ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്തായി പോകും? സീറോ ആയിട്ട് പോകും. അപ്പൊ അതെന്തിന് എക്സാമ്പിൾ ആണ്? സീറോ വെക്ടറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ഓക്കെ, when a body returns to its initial position its displacement will be a zero vector. ഓക്കെ,
അപ്പൊ എക്സാമ്പിൾ ഒന്ന് നോക്കുക. നിങ്ങളോട് എക്സാം ചിലപ്പോൾ എന്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അതായത് സീറോ വെക്ടറിനെ എക്സാമ്പിൾ എഴുതാനായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അടുത്തത് എന്താണ് യൂണിറ്റ് വെക്ടർ? സിമ്പിൾ ആയിട്ട് ഞാൻ പറയാ, ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണെങ്കിൽ, ഓക്കെ, 1 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാ, യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറുകളെ നമ്മൾ പറയുന്നവരാണ് യൂണിറ്റ് വെക്ടർ. ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറുകളെ പറയുന്നവരാണ് യൂണിറ്റ് വെക്ടർ. അതായത് ആ വെക്ടറുകളുടെ അളവ് എത്രയായിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ഇനി ആ യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകതകൾ എന്താണ്? ഇറ്റ് ഹാസ് നോ ഡൈമെൻഷൻ, നോ യൂണിറ്റ്. യൂണിറ്റ് വെക്ടറുകൾക്ക് എന്തുണ്ടാവില്ല? ഡൈമെൻഷനും ഉണ്ടാവില്ല, യൂണിറ്റും ഉണ്ടാവില്ല. പഠിക്കണം കേട്ടോ. യൂണിറ്റ് വെക്ടറുകൾക്ക് ഡൈമെൻഷനും ഉണ്ടാവില്ല, അതേപോലെ തന്നെ യൂണിറ്റും ഉണ്ടാവില്ല. ഓക്കെ, ഇനി യൂണിറ്റ് വെക്ടർ ആണല്ലോ ഇക്വേഷൻ എന്താ? പഠിച്ചോട്ടാ. യൂണിറ്റ് വെക്ടർ ആണല്ലോ ഇക്വേഷൻ എ ക്യാപ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. എന്താണ് യൂണിറ്റ് വെക്ടർ ആണല്ലോ ഇക്വേഷൻ? എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. അതാണ് യൂണിറ്റ് വെക്ടർ ആണല്ലോ ഇക്വേഷൻ കേട്ടാ. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് പഠിച്ചു. ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്ടറുകളെയാണ് എന്തെന്ന് പറയാ? യൂണിറ്റ് വെക്ടർ എന്ന് പറയാ. അതിന്റെ ഇക്വേഷൻ പഠിച്ചു. അടുത്ത നമ്മൾ പോകുന്ന എന്തിലേക്കാണ്? വേറൊരു ക്വസ്റ്റ്യനിലേക്കാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. ശ്രദ്ധിച്ചോട്ടാ, ശ്രദ്ധിക്കാം. ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ P located in an XY plane is shown in the figure. Redraw the figure by showing the rectangular components. അതായത് നമ്മളോട് പറയാണ്, ഒരു വെക്ടറിന്റെ, ഒരു വസ്തുവിന്റെ പൊസിഷൻ വെക്ടറിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് ആ പൊസിഷൻ വെക്ടറിന്റെ റെക്ടാങ്കുലാർ കമ്പോണന്റുകൾ വരക്കാനാണ് ചോദ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യം റീഡ്രോ എന്ന് പറഞ്ഞു കിട്ടില്ലേ? അപ്പൊ ഞാൻ ആ ഗ്രാഫിന് എന്ത് ചെയ്യാൻ പോവാണ്? ഇങ്ങോട്ട് വരക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോട്ടെ, ഞാൻ ആ ഗ്രാഫിനെ താഴേക്ക് എടുത്ത് വരക്കാൻ പോവാണ്. നോക്കാം. യെസ്, അവിടെ കൊടുത്തേക്കണ ഗ്രാഫ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരക്കുക കേട്ടോ. ഇതാണ് അവർ തന്നിരുന്ന ഈ ഗ്രാഫ്. ഓക്കെ, അവർ തന്നേക്കണ ഗ്രാഫിനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് നേരെ വരച്ചേക്കാണ്. ഇതൊരു പൊസിഷൻ വെക്ടറിന്റെ ഗ്രാഫാണ്. ഈ വെക്ടറിന്റെ പേരെന്താ? ആർ എന്നാണ് പേര് അല്ലെ? ഈ വെക്ടറിന്റെ പേരെന്താണ്? ആർ എന്നാണ് അതിന്റെ പേര്. അപ്പോ ആർ എന്ന് കാണിക്കുന്നത് എന്തിനാണ്? പൊസിഷൻ വെക്ടറിനെയാണ് ആർ എന്ന് കാണിക്കുക. നമ്മളോട് പറഞ്ഞേക്കാണ് ആ പൊസിഷൻ വെക്ടറിന് എന്ത് ചെയ്യുക? എടുത്ത് വരച്ചതിന് ശേഷം അതിന്റെ റെക്ടാങ്കുലാർ കമ്പോണന്റുകൾ വരച്ച് കാണിക്കാനാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫിഗറിനെ നേരെ എടുത്തു വരച്ചു. ഇനി അതിന്റെ റെക്ടാങ്കുലാർ കമ്പോണന്റുകൾ വരക്കാൻ പറഞ്ഞാലേ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോട്ടാ. വേറെ ഒന്നുമില്ല, നോക്കിക്കോടാ മക്കളെ. ഈ വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? ഈ വെക്ടറിനെ 2 കഷ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടത്തെ ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് എന്തായിരിക്കും വരിക? ആർ കോസ് തീറ്റ ആയിരിക്കും. കാരണം തീറ്റനോട് ചേർന്ന് കിടക്കുന്ന വശം ഏതാണ്? ആർ കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും? ആർ സൈൻ തീറ്റ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. അതായത് നോക്ക്, ഞാൻ ഓർമ്മിപ്പിക്കാട്ടെ, ശ്രദ്ധിച്ചോട്ടാ. ഇത് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ് വിചാരിക്കാം. എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ, ഏതൊരു വെക്ടർ കിട്ടിയാലും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കഷ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഈ കമ്പോണൻസ് എന്ന് പറയാം. അവരെ തന്നെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? റെക്ടാങ്കുലാർ കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഏതൊരു വെക്ടറിനെ കിട്ടിയാലും 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാലോ. അതില് ഇവിടത്തെ ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ആ തീറ്റനോട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ്, ഈ കമ്പോണന്റിന് നമ്മൾ പറയുന്ന പേര് എന്തായിരിക്കും? എ കോസ് തീറ്റ. കാരണം തീറ്റനോട് ചേർന്നതായിരിക്കും കോസ് കമ്പോണന്റ്. ഇതെന്തായിരിക്കും? എ സൈൻ തീറ്റ. ഇത് ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ അവിടുത്തെ ആ ഫിഗറിൽ കൊടുത്തേക്കണ പൊസിഷൻ വെക്ടറിനെ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യാണ് അല്ലെ? അവിടുത്തെ പൊസിഷൻ വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്തു. ആ പൊസിഷൻ വെക്ടർ ആറാണ്. ആ പൊസിഷൻ വെക്ടറിനെ 2 കമ്പോണന്റുകളായിട്ട് മുറിക്കുകയാണ്. അപ്പൊ അതിൽ തീറ്റനോട് ചേർന്ന് കിടക്കുന്ന താഴത്തെ കമ്പോണന്റ് ആയിരിക്കും ആർ കോസ് തീറ്റ അല്ലെ? ആറിനെയാണ് മുറിച്ചത്. അപ്പോൾ കോസ് കമ്പോണന്റ് ആകുമ്പോൾ ആർ കോസ് തീറ്റ, മറ്റേന്തായിരിക്കും? ആർ സൈൻ തീറ്റ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, റീഡ്രോ ചെയ്തു അല്ലെ? ആ ഗ്രാഫ് വരച്ചു, എന്നിട്ട് അതിന്റെ റെക്ടാങ്കുലാർ കമ്പോണന്റുകൾ
റെക്ടാങ്കുലർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വെക്ടറിനെ മുറിച്ചാൽ കിട്ടുന്ന രണ്ട് കഷ്ണങ്ങൾ, ആ കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതി വെച്ചു. അടുത്ത ചോദ്യം എന്താ, റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണന്റ്. ഈ ചോദ്യം ശ്രദ്ധിക്കണം. ഇനി ആ പൊസിഷൻ വെക്ടറിന്, നമ്മുടെ പൊസിഷൻ വെക്ടർ ആരായിരുന്നു, R ആണ്. എന്താണ് ഈ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ, നോക്കണം മക്കളെ, P എന്ന് പറയുന്നത് നോക്കിയേ, ഒരു പാർട്ടിക്കിൾ ആണ്. P എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണ്. ആ പാർട്ടിക്കിൾ, സപ്പോസ് ഇവിടെയാണ് ആ പാർട്ടിക്കിൾ ഇരിക്കണേന്ന് വിചാരിച്ചോ. ആ പാർട്ടിക്കിൾ ഇരിക്കുന്ന പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് വരക്കുന്ന വെക്ടറാണ് പൊസിഷൻ വെക്ടർ. P എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണ് വിചാരിക്കുക. ആ പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത്, ആ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് വരക്കുന്ന വെക്ടറാണ് പൊസിഷൻ വെക്ടർ. ഇവിടുത്തെ പൊസിഷൻ വെക്ടറിന്റെ പേരെന്താ, R ആണ്. ആ പൊസിഷൻ വെക്ടറിനെ എന്തിന്റെ ടേമിലാക്കി എഴുതാനാണ് പറയുന്നത്, റെക്ടാങ്കുലർ കമ്പോണന്റ് R sin തീറ്റയുടെയും R cos തീറ്റയുടെയും ടേംസിൽ എഴുതാനാണ് പറയുന്നത്. എങ്ങനെ എഴുതും, സിമ്പിൾ ആണ്, നോക്കിക്കോ. പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ R അല്ലേ, പൊസിഷൻ വെക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടി മുകളിൽ ആരോ മാർക്ക് കിട്ടും. അതിനെ എന്തിന്റെ ടേംസിലേക്ക് ആക്കാനാണ് പറഞ്ഞത്, ഇതിന്റെ രണ്ടിന്റെയും ടേംസിലാക്കാനല്ലേ പറഞ്ഞത് അല്ലേ. നമ്മൾ ഈ ആറിനെയാണ് എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്, R cos തീറ്റയും R sin തീറ്റ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. അപ്പൊ അതിന്റെ ടേംസിലേക്ക് ആക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്തത് R cos തീറ്റ പ്ലസ് R sin തീറ്റ. കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പൊ ഇതുവരെ എഴുതിയത് മനസ്സിലായ, ഈ ആറിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചില്ലേ. അപ്പോ ആറിനെ കമ്പോണൻസിന്റെ ടേംസിൽ എഴുതാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, R ഈക്വൽ ടു R cos തീറ്റ പ്ലസ് R sin തീറ്റ. ഒരു കാര്യം കൂടി ഉണ്ട്, വെക്ടർ ഫോമിൽ എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം, ആദ്യത്തെ കമ്പോണന്റിന്റെ ഒപ്പം I ക്യാപ്പ് എന്നും രണ്ടാമത്തെ കമ്പോണന്റിന്റെ ഒപ്പം J ക്യാപ്പ് എന്നും കൊടുക്കണം. കുഴപ്പമില്ലല്ലോ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് എന്തെന്ന് പറയാം, ഈ പൊസിഷൻ വെക്ടറിനെ വെക്ടർ ഫോം അല്ലെങ്കിൽ കമ്പോണന്റ് ഫോമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഈ ആറിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചു, R cos തീറ്റയും R sin തീറ്റയും. അപ്പൊ അതിൽ ഈ ആറിന് നമുക്ക് എന്തിന്റെ ടേംസിൽ എഴുതാം, R cos തീറ്റ പ്ലസ് R sin തീറ്റ. കാരണം ഈ ആറിനെയാണ് മുറിച്ച് രണ്ടാക്കിയത്. അപ്പൊ ആ മുറിച്ച് രണ്ടാക്കിയതിനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, R കിട്ടും. ഓക്കെ, ഇനി ആദ്യത്തെ കമ്പോണന്റിന്റെ ഒപ്പം I ക്യാപ്പും രണ്ടാമത്തെ കമ്പോണന്റിന്റെ ഒപ്പം J ക്യാപ്പും ഇട്ട് കൊടുക്കണം കേട്ടാ. ഓക്കെ, അടുത്ത് സ്റ്റേറ്റ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ശ്രദ്ധിച്ചോട്ടാ. ഒന്നില്ലെങ്കിൽ എക്സാമിന് ട്രയാങ്കിൾ ലോയോ അല്ലെങ്കിൽ പാരലലോഗ്രാം ലോയോ എക്സാമിന് ചോദിക്കും. ഞാൻ വേഗം പറഞ്ഞു വിടാം, കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിൽ ഒരുപാട് സമയം എടുത്ത് ഞാൻ പഠിപ്പിച്ചാണ്. പിന്നെയും അത് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോട്ടാ. അതായത് ട്രയാങ്കിൾ ലോയിൽ പറയുന്ന ഒരു കാര്യം, രണ്ട് വെക്ടറുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ വെക്ടറിനെ വെക്ടർ A എന്ന് പേരിട്ടു, രണ്ടാമത്തെ വെക്ടറിനെ വെക്ടർ B എന്ന് പേരിട്ടു. രണ്ട് വെക്ടറുകളെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളായിട്ട് മാറ്റാം. ഓക്കെ, രണ്ട് വെക്ടറിന്റെ വെക്ടർ എയും വെക്ടർ ബിയും. ഈ വെക്ടറുകളെ ഞാൻ എന്താക്കി മാറ്റി, അതിനെ കണക്ട് ചെയ്തൊരു ട്രയാങ്കിൾ ആക്കി മാറ്റി. അപ്പൊ ഈ വെക്ടറുകൾ എന്തായി മാറിക്കഴിഞ്ഞു, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളായി മാറിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശം അതായിരിക്കും അവിടുത്തെ റിസൾട്ടന്റ് A പ്ലസ് ബി. അതായത് ഈ രണ്ട് വെക്ടറിനെയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടന്റ് ആയിരിക്കും മൂന്നാമത്തെ വെക്ടർ. ഇതാണ് ട്രയാങ്കിൾ ലോയിൽ പറയുന്ന കാര്യം. രണ്ട് വെക്ടറുകളെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും എന്ത്, റിസൾട്ടന്റ്. അത് മാത്രല്ല ഓപ്പോസിറ്റ് ഓർഡറിലായിരിക്കും റിസൾട്ടന്റ് വരിക. അതായത് ഈ പോകുന്നതിന് ഒരു ഓർഡർ ഇല്ലേ, A കഴിഞ്ഞ് അവിടുന്ന് B, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് വരിക, റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ വരിക. ഓക്കെ, അതാണ് ട്രയാങ്കിൾ ലോ. ഇനി പാരലലോഗ്രാം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാരലലോഗ്രാം ലോ എന്താ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. നോക്കാം, ശ്രദ്ധിച്ചോട്ടാ. ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിന് വെക്ടർ A എന്ന് പേരിട്ടു, അടുത്ത വെക്ടർ വെക്ടർ B. രണ്ട് വെക്ടറുകളെ എന്താക്കി മാറ്റാം, ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് വശങ്ങളാക്കി മാറ്റാം. എന്തായിട്ട് മാറ്റാം, ഒരു പാരലലോഗ്രാം അല്ലെ. ഇപ്പൊ ഇതെന്തായിട്ട്, ഇത് ഏത് ഷേപ്പിലേക്ക് മാറി, പാരലലോഗ്രാമായി. രണ്ട് വെക്ടറുകളെ ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് വശങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് വശങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്ന ഡയഗണൽ ആയിരിക്കും അവിടുത്തെ റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ, ഇതാണ് പാരലലോഗ്രാം ലോയിൽ പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അതായത് രണ്ട് വെക്ടറുകളെ ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് വശങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ
ആ രണ്ട് വശങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്ന ഡയഗണൽ ആയിരിക്കും അവിടുത്തെ റിസൾട്ടന്റ്. ഈ റിസൾട്ടന്റ് എന്ന് പറയാൻ എന്താ, രണ്ടിനെയും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയാ, റിസൾട്ടന്റ് എന്ന് പറയാം. രണ്ടിനെയും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയാ, റിസൾട്ടന്റ് എന്ന് പറയാം. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന വെക്ടർ ഏതായിരിക്കും, നടുക്ക് കൂടെ പോകുന്ന ഡയഗണൽ ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് ബൈ അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ. നോക്കാം, ഞാൻ ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്ററിലെ വീഡിയോ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അതായത് റിസൾട്ടന്റ് വെക്ടറിന്റെ, ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ ഡയറക്ഷനും, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനുള്ള ഇക്വേഷൻ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ, ഇക്വേഷൻ. അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഡെറിവേഷൻ ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകൂടെ അത് അയച്ചിടാം. ആ വീഡിയോയുടെ ലിങ്ക് ഒന്നുകൂടെ അയച്ചിടാം ഈ വീഡിയോയുടെ ഒപ്പം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡെറിവേഷൻ അറിയാത്ത കുട്ടികൾ, ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് ഞാൻ പിന്നെയും ഇത് പറഞ്ഞ് പിന്നെയും ലാഗ് ആക്കുന്നില്ല. അപ്പൊ അത് പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഗ്രൂപ്പിൽ അയച്ചിടാം. ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും കൂടെ കാണുക, എന്നിട്ട് അത് പഠിക്കുക കേട്ടോ. റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഏത് മെത്തേഡാണ്, ആ മെത്തേഡിനെ പറയുന്ന പേരെന്താ, അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോട്ടാ. അടുത്തത് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് പോവാണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം, വേറെ ഒന്നുമല്ല. ഇപ്പൊ ഒരു ഷോർട്ട് പുട്ട് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും പോവാ, മുകളിലേക്ക് പോവും, എന്നിട്ട് താഴെ വന്ന് വീഴും അല്ലെ, ഇങ്ങനെയല്ലേ പോവാ. ഈ ഒരു പാത്തിനെ, അതായത് ഇതാണ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, അപ്പൊ ആ പാത്തിനെ പറയുന്ന, അല്ലെങ്കിൽ ആ പോകുന്ന ആ ഒരു ഷേപ്പ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും, ഓർമ്മയുണ്ട് എന്താണ്, ട്രാജക്ടറി എന്തെന്നും പറയാറുണ്ട്, ട്രാജക്ടറി. അപ്പൊ ഒരു പ്രൊജക്ടൈൽ മോഷനിലെ ട്രാജക്ടറി അഥവാ പാത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പറയും, പാരബോള. ഏതാണ് ആ ഷേപ്പ്, ആ പാത്തിനെ പറയുന്ന പേര് എന്താണ്, പാരബോള. മറക്കരുത് കേട്ടോ. അപ്പൊ പ്രൊജക്ടൈൽ മോഷനിലെ ആ എന്താ പറയാ, പ്രൊജക്ടൈൽ പോകുന്ന ആ ഒരു പാത്തോ അല്ലെങ്കിൽ ട്രാജക്ടറിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പറയും, പാരബോളയാണെന്ന് പറയും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് 12ാമത്തെ ചോദ്യം ട്ടാ, ശ്രദ്ധിച്ചോട്ടാ. ഡ്രോ ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ. ഒന്നുമില്ല, ആ പ്രൊജക്ടൈൽ പോകുന്ന ഷേപ്പ് ഏതാണെന്ന് നമുക്കറിയാം, പാരബോളയാണെന്ന് അറിയാം. അതൊന്ന് വരക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, രണ്ട് ആക്സസ് വരക്കാം, എക്സ് ആക്സിസും വൈ ആക്സിസും, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ് വരച്ചു. ഇതാണ് ട്രാജക്ടറി. കഴിഞ്ഞു. അടുത്ത എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോട്ടാ. ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എ സ്റ്റോൺ ഈസ് ത്രോൺ അപ്പ് വിത്ത് എ വെലോസിറ്റി u which makes an angle theta with the horizontal. What are the magnitude of horizontal and vertical components of velocity? അതായത് ശ്രദ്ധിച്ചോട്ടാ, പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. നോക്ക്, നമ്മളോട് പറയണ ഒരു സ്റ്റോൺ, ഒരു കല്ല്, ആ കല്ലിനെ എടുത്ത് എറിയാണ്. ഓക്കെ, ഏത് വെലോസിറ്റിയിൽ എറിയണേ, യു എന്നുള്ള വെലോസിറ്റിയിലാണ് ആ കല്ലിനെ എറിയണത്. യു എന്നുള്ള വെലോസിറ്റിയിലാണ് ആ കല്ലിനെ എറിയുന്നത്. ഓക്കെ, വിച്ച് മേക്സ് എൻ ആംഗിൾ തീറ്റ. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ അത് ഉണ്ടാക്കണമുണ്ട്. അപ്പൊ ആ കല്ലിനെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഇങ്ങനെ ആയിരിക്കില്ലേ പോവാ, ഈ ഒരു ഷേപ്പിലായിരിക്കില്ലേ പോവാ. അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ, തീറ്റയാണ് അല്ലെ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒരു കല്ല് എടുത്ത് എറിഞ്ഞു, അപ്പൊ ആ കല്ല് പ്രൊജക്ടൈൽ മോഷനിലായിരിക്കും പോവുക. ആ പോകുന്ന വെലോസിറ്റി യു ആണ്, അവിടെ പ്രൊജക്ട് ചെയ്ത ആംഗിൾ തീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി. ആ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും എന്തൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് ഇപ്പൊ തന്നെ ചെയ്ത ചോദ്യങ്ങളിൽ പെട്ടതാണ്. നമുക്കറിയാം ഈ യു എന്ന് പറയുന്ന വെലോസിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തൂടെ, രണ്ട് കമ്പോണന്റുകളായിട്ട് മുറിച്ചൂടെ, ശരിയല്ലേ. ഏതൊരു വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് ഇപ്പൊ തന്നെ ഒരു ചോദ്യത്തിൽ ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ പോകുന്ന ഒരു സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാം, ആ യു എന്നുള്ള വെലോസിറ്റിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്, തീറ്റനോട് ചേർന്ന് കിടക്കുന്നത് എന്തായിരിക്കും, യു കോസ് തീറ്റ. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, ഇതെന്തായിരിക്കും, യു സൈൻ തീറ്റ. അപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്താ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആരാണ്, വെർട്ടിക്കൽ കമ്പോണന്റ് ആരാണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കിടക്കുന്നതാണ് ഹൊറിസോണ്ടൽ, ഇങ്ങനെ വരുന്നതാണ് വെർട്ടിക്കൽ. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആരാ, യു കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണന്റ് ആരാ, യു സൈൻ തീറ്റ. അത് കിട്ടി, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഹൗ ഡു ദീസ് കമ്പോണൻസ് വാരി വിത്ത് ടൈം.
എങ്ങനെയാണ് ഈ കമ്പോണന്റുകൾ സമയത്തിനനുസരിച്ച് മാറുന്നത്? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാണ്. നമുക്കറിയാം ഇവിടുത്തെ ഈ ഒരു വെലോസിറ്റിക്ക് നമ്മളൊരു യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റി കൊടുത്തിട്ടല്ല അതിന് എറിയണത്. ആ വെലോസിറ്റി രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണില്ലേ? ഏതൊക്കെയാണ്? യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും അല്ലേ? യു കോസ് തീറ്റയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, യു സൈൻ തീറ്റ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ? അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? അതായത് ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഷോർട്ട് പുട്ടിന്റെ കൈ വെച്ചാൽ അത് എങ്ങനെ പോവും? ഇല്ല, ഞാൻ അതിനൊരു വെലോസിറ്റി കൊടുത്ത് എറിയണുണ്ടാവും. അപ്പൊ ഞാൻ കൊടുത്ത വെലോസിറ്റി ആണ് യു. ആ വെലോസിറ്റി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും, യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും. ഈ യു കോസ് തീറ്റ കാരണമാണ് ആ ഷോർട്ട് പുട്ട് എന്ത് ചെയ്യണത്? മുമ്പോട്ട് പോണത്. യു സൈൻ തീറ്റ കാരണമാണ് അത് മോളിലേക്ക് ഉയരുന്നത്. അപ്പോ രണ്ടും ഒരേ സമയം വരുന്നത് കൊണ്ടാണ് മോളിലേക്കും പോകുന്നു, അത് മുമ്പോട്ടും പോകുന്നു. ഓക്കെ. ഇനി ആ കമ്പോണന്റുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കണേന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കമ്പോണൻസിലെ യു സൈൻ തീറ്റയും യു കോസ് തീറ്റയും, അതിൽ യു കോസ് തീറ്റ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പൊ ഞാൻ അതേ ഒരു സ്റ്റാർ ഇട്ട് വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കോസ് തീറ്റ ഒരിക്കലും മാറൂല. ഏതൊരു പോയിന്റിലും യു കോസ് തീറ്റ എന്തായിരിക്കും? സെയിം ആയിരിക്കും. യു കോസ് തീറ്റ ഒരിക്കലും മാറാൻ പോണില്ല. പക്ഷേ യു സൈൻ തീറ്റ എന്ത് ചെയ്യും? ആദ്യം തുടങ്ങുന്ന സമയത്ത് യു സൈൻ തീറ്റ ആയിരിക്കും, പക്ഷേ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ, ഇപ്പൊ ആ കല്ല് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റ എന്തായിട്ട് പോയിട്ടുണ്ടാവും? യു സൈൻ തീറ്റ എന്തായി പോയിട്ടുണ്ടാവും? 0 ആയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ആരുണ്ടാവും? യു കോസ് തീറ്റ അപ്പോഴും ഉണ്ടാവും. ഇനി കല്ല് താഴേക്ക് വരുന്ന സമയത്ത് യു കോസ് തീറ്റക്ക് മാറ്റമൊന്നുമില്ല. കാരണം യു കോസ് തീറ്റ എപ്പോഴും സെയിം ആണ്. യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്, അത് എപ്പോഴും സെയിം ആണ്. പക്ഷെ യു സൈൻ തീറ്റ എന്തായിട്ടുണ്ടാവും? മൈനസ് ആയിട്ടുണ്ടാവും, മൈനസ് യു സൈൻ തീറ്റ ആയിട്ടുണ്ടാവും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ യു സൈൻ തീറ്റ പോസിറ്റീവും, മാക്സിമം ആയിട്ട് എത്തുമ്പോൾ യു സൈൻ തീറ്റ 0, താഴേക്ക് വരുമ്പോൾ യു സൈൻ തീറ്റ എന്താവും? നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ. പക്ഷെ യു കോസ് തീറ്റ എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് കമ്പോണന്റുകൾക്ക് വരുന്ന മാറ്റം. അപ്പൊ ഇവിടെ എഴുതി വെച്ചാൽ നോക്കിയേ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ റിമെയിൻസ് കോൺസ്റ്റന്റ് വൈൽ വിത്ത് ടൈം. Vertical component first decreases, becomes 0 at the highest point of projection and then increases in reverse direction. അതായത് വേറെ ഒന്നുമല്ല, തുടക്കത്തിലെ യു സൈൻ തീറ്റ ആയിരുന്നു, അത് മോളിലേക്ക് പോകുന്നതോറും യു സൈൻ തീറ്റ കുറഞ്ഞ് യു സൈൻ തീറ്റ എന്തായി? 0 ആയി. ഇനി താഴേക്ക് വരുമ്പോൾ പിന്നെയും എന്ത് ചെയ്യും? യു സൈൻ തീറ്റ കൂടും, പക്ഷേ ഏത് ഡയറക്ഷൻ? നെഗറ്റീവ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് യു സൈൻ തീറ്റ കൂടുക. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ദിസ് കമ്പോണൻസ് അറ്റ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ? ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ, ഇതാണ് ഹയസ്റ്റ് പോയിന്റ്, ആ ഹയസ്റ്റ് പോയിന്റിൽ രണ്ട് കമ്പോണന്റിന്റെയും വാല്യൂ എത്രയാണ്? യു സൈൻ തീറ്റ 0, യു കോസ് തീറ്റ അതേപോലെ തന്നെ അല്ലേ? അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ തന്നെ മാറ്റൂല, പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അടുത്ത ചോദ്യം നോക്കിയേ, എ പ്രൊജക്ടൈൽ ഹാസ് an acceleration of dash in vertical direction and dash in horizontal direction. ആ ചോദ്യത്തിനുള്ള അർത്ഥം എന്താണെന്നറിയോ? അതായത് വേറെ ഒന്നുമല്ല, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിക്ക് വരുന്ന മാറ്റമാണ് ആക്സിലറേഷൻ. ഇവിടെ രണ്ട് വെലോസിറ്റി കമ്പോണന്റുകൾ ഉണ്ടായിരുന്നു. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റയും. അപ്പോ ഇവിടുത്തെ ആക്സിലറേഷൻ പറയുമ്പോഴേ യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി മാറുന്നേയില്ല അല്ലെ? ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. വെലോസിറ്റിക്ക് മാറ്റം വരുന്നതിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുക. പക്ഷെ ഇവിടെ യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നുകൂടെ പറയാ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് വരുന്ന മാറ്റമാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിക്ക് വരുന്ന മാറ്റം. ഇവിടെ യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ലേ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് അത് മാറുന്നില്ല. എല്ലാ പോയിന്റിലും യു കോസ് തീറ്റ തന്നെയാണ്. മാറാത്തത് കൊണ്ട് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0. ആക്സിലറേഷൻ പറഞ്ഞാൽ വെലോസിറ്റി മാറണം, പക്ഷെ യു കോസ് തീറ്റ മാറാത്തത് കൊണ്ട് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ എന്താണ്? 0 അല്ലെ? അപ്പൊ ഇവിടെ എഴുതി വെച്ചാൽ നോക്കിയേ, ദേ കണ്ട, ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ 0 ആണ്. കണ്ട, ഇവിടെ ആൻസർ എന്ത് വരും? ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ 0 ആണ്. 0 ആക്സിലറേഷൻ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിൽ ചോദിക്കുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യു സൈൻ തീറ്റ ആണ് അല്ലേ? യു സൈൻ തീറ്റ ആണ്. ഇത് മോളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഈ ഒരു സാധനം ഇപ്പൊ ഞാനൊരു കല്ലെടുത്ത് മോളിലേക്ക് എറിഞ്ഞാലും താഴേക്ക് വരുമ്പോഴും അവിടെ ആകപ്പാട് ഒരു ആക്സിലറേഷൻ ഉള്ളൂ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ അല്ലെ? ഒരു കല്ലിനെടുത്ത് മോളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരുമ്പോഴേക്ക് ആകപ്പാട് ഒരു ആക്സിലറേഷൻ ഉള്ളൂ. ആ ആക്സിലറേഷൻ എന്താ ആക്സിലറേഷൻ? ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്.
അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 9.8 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോട്ടാ. അതായത് എ പ്രൊജക്ടൈൽ ഹാസ് ആക്സിലറേഷൻ ഓഫ് 9.8 ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. കാരണം ആകെപ്പാടെ ഇവിടെ വെലോസിറ്റി മാറുന്ന ഏത് വെലോസിറ്റി മാത്രമാണ്? വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ മാറുന്നുള്ളൂ അല്ലേ, യു സൈൻ തീറ്റ മാത്രമല്ലേ മാറുന്നുള്ളൂ. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ 9.8 ആയിരിക്കും വെർട്ടിക്കൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നോക്കുമ്പോൾ വെലോസിറ്റി മാറുന്നില്ല, എല്ലായിടത്തും യു കോസിറ്റി ആണ്. അതുകൊണ്ട് അവിടുത്തെ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ 0. ഇനി ഈ ഒരു ചോദ്യം ഇതൊന്ന് ശ്രദ്ധിക്കണം, കാരണം ഇത് നമ്മൾ ക്ലാസ് ചെയ്തിട്ടില്ല. ഓക്കെ, സംഭവം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോട്ടാ. നോക്ക, ഷോ ദാറ്റ്, ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ഷോ ദാറ്റ് ദ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഈസ് എ പാരബോള. നമ്മൾ ഇവിടെ ഓൾറെഡി പഠിച്ചു വെച്ചതാണ്. ഈ പ്രൊജക്ടൈൽ പോകുന്ന പാത്ത് ഏതായിരിക്കും? പാരബോള ആയിരിക്കും എന്ന് പഠിച്ചു വെച്ചേക്കാണ്. ഇത് പാരബോളയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പൊ ഒരു പ്രൊജക്ടൈൽ മോഷനിൽ ആ ബോഡി പോകുന്ന ആ ഒരു പാത്ത് പാരബോളയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോട്ടാ. ആദ്യം തന്നെ ഞാൻ അതിന്റെ ചെറിയൊരു ഗ്രാഫ് വരക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. അതില് ആ ഒബ്ജക്റ്റ് പോകുന്ന വെലോസിറ്റി യു ആയിരുന്നു. അതിനെ നമ്മൾ 2 കമ്പോണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടുത്തെ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇവിടെ യു കോസ് തീറ്റ, ഇവിടെ യു സൈൻ തീറ്റ. ഇനി ഇത് ഏത് ആക്സിസാ? എക്സ് ആക്സിസ് ആണ് അല്ലേ. ഈ ആക്സിസ് എക്സ് ആക്സിസ് ആണ്, ഇത് ഏത് ആക്സിസ് ആണ്? വൈ ആക്സിസ് ആണ്. ഇത്രയും കുഴപ്പമില്ലല്ലോ, ഇത്രയും ഫിഗർ വരക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഈ ഫിഗർ ആദ്യം വരക്കണം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എഴുതുകയാണ്, ശ്രദ്ധിച്ചോട്ടാ. considering horizontal motion, considering horizontal motion. ശ്രദ്ധിച്ചോട്ടാ, ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെയുള്ള മോഷൻ മാത്രമേ നോക്കുന്നുള്ളൂ ആദ്യം. ഓക്കെ, ഹൊറിസോണ്ടൽ മോഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഹൊറിസോണ്ടൽ മോഷൻ നോക്കുമ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ എടുക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചോട്ടാ. displacement equal to velocity into time. ഇത് എവിടെ നിന്ന് വന്നെന്ന് ആലോചിക്കൂ. ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ഇത് എവിടെ നിന്ന് വന്നെന്ന് സംശയം വരുമോ? എവിടെ നിന്ന് വന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി. അപ്പൊ ഈ ടൈമിന് ഇപ്പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? വെലോസിറ്റി ഇൻടു ടൈം അല്ലെ. വെലോസിറ്റി ഇൻടു ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത് കേട്ടോ. ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് ആലോചിക്കരുത്. ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് എന്താ ചെയ്തേ? ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഇൻടു ടൈം. അത് എവിടെ നിന്നാണ് കിട്ടിയത്? കാരണം വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. വെലോസിറ്റി ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആ ടൈമിന് ഇങ്ങോട്ട് എടുത്താൽ വെലോസിറ്റി ഇൻടു ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അത് വന്നത് അങ്ങനെയാണ് കേട്ടോ. നോക്കാം ബാക്കി. ശ്രദ്ധിച്ചോട്ടാ. ആദ്യം നമ്മൾ എടുക്കുന്നത് ഏത് മോഷൻ മാത്രമാണ്? ഹൊറിസോണ്ടൽ മോഷൻ മാത്രമാണ് ആദ്യം എടുക്കണേ കേട്ടോ. അപ്പൊ അതിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. അതിൽ നോക്കാം, ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ള മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യണുള്ളൂ. ഇങ്ങോട്ടുള്ള മോഷൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എക്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എക്സ് ഈക്വൽ ടു. ഹൊറിസോണ്ടൽ മോഷൻ നോക്കുമ്പോൾ ആ ഹൊറിസോണ്ടലി ഉള്ള വെലോസിറ്റി ആരാ? ഹൊറിസോണ്ടലി ഉള്ള വെലോസിറ്റി അങ്ങനെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ് അല്ലെ, എക്സ് ഡയറക്ഷനിലാണ്. ഇനി അവിടുത്തെ വെലോസിറ്റി നോക്കുമ്പോൾ അങ്ങോട്ടുള്ള വെലോസിറ്റി ആരാ? യു കോസ് തീറ്റ ആണ്. അപ്പൊ ഞാൻ എഴുതാണ് യു കോസ് തീറ്റ ഇൻറ്റു ടൈമിനെ എന്തെന്ന് കാണിക്കണം? ടി. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു യു കോസ് തീറ്റന് ഇപ്പുറം എടുത്താൽ എന്താവും? എക്സ് ബൈ യു കോസ് തീറ്റ ഈക്വൽ ടു ടി. അപ്പൊ ടിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ടിയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ബൈ യു കോസ് തീറ്റ. അതവിടെ നിൽക്കട്ടെ.
ഇനി അടുത്ത് ചെയ്യാൻ പോണ കാര്യം ഇപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ മോഷൻ അല്ലേ നോക്കിയത്. അടുത്ത് ഞാൻ എന്ത് നോക്കാൻ പോവാണ്? വെർട്ടിക്കൽ മോഷൻ. അപ്പൊ ഞാൻ എഴുതാണ് കൺസിഡർ വെർട്ടിക്കൽ മോഷൻ. ശ്രദ്ധിച്ചോട്ടാ, ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്തത് മനസ്സിലായില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഹൊറിസോണ്ടൽ മോഷനിൽ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞേ, എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞേ. ഹൊറിസോണ്ടൽ മോഷനിൽ ഞാൻ ഒരു ഇക്വേഷൻ എടുക്കണം, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. അപ്പൊ ഹൊറിസോണ്ടലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ഏതാ? എക്സ് ആണ്. ഹൊറിസോണ്ടലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എക്സ്, അങ്ങോട്ടുള്ള വെലോസിറ്റി യു കോസ് θ, അവിടെ എടുക്കുന്ന ടൈം ടി, അതിന് ഇൻടു യു കോസ് θ ഇപ്പുറത്തപ്പോ എക്സ് ബൈ യു കോസ് θ ഈക്വൽ ടു ടി. ഇനി വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പോകുന്നു. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. നോക്ക, ഇതിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്താൻ പോണേന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ. നോക്ക, ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പൊ വെർട്ടിക്കൽ മോഷൻ ആണ് നോക്കണേ. വെർട്ടിക്കൽ മോഷൻ നോക്കുമ്പോൾ വെർട്ടിക്കലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നോക്കേണ്ടത്. ഹൊറിസോണ്ടലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെങ്കിൽ വെർട്ടിക്കലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വൈ ആയിരിക്കും. വെർട്ടിക്കലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വൈ. അപ്പൊ ഇവിടുത്തെ എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെർട്ടിക്കലി ഉള്ള ഡിസ്പ്ലേസ്മെന്റിന് എന്തെന്ന് എടുക്കുക? വൈ. കാരണം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ എക്സ് എന്ന് എടുത്താൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിന് വൈ. ഇനി യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെർട്ടിക്കൽ മോഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള വെലോസിറ്റി ആരാ? വെർട്ടിക്കൽ മോഷൻ ആവശ്യമായിട്ടുള്ള വെലോസിറ്റി യു സൈൻ തീറ്റ. അപ്പൊ യുവിന് പകരം എന്ത് കൊടുക്കണം? യു സൈൻ തീറ്റ. അടുത്തത് ടി. ടി എന്ന് പറഞ്ഞാൽ ടിയുടെ ഇക്വേഷൻ നമ്മൾ മോളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടിയുടെ ഇക്വേഷൻ എന്താ? എക്സ് ബൈ, ടിയുടെ ഇക്വേഷൻ എന്താ? എക്സ് ബൈ യു കോസ് തീറ്റ. എക്സ് ബൈ യു കോസ് തീറ്റ. ഓക്കെ. ഇനി എ ആരാ? എ വെർട്ടിക്കൽ മോഷൻ അല്ലേ കൺസിഡർ ചെയ്യണേ. വെർട്ടിക്കലി ഉള്ള ആക്സിലറേഷൻ ആരാ? വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ആരാ? 9.8 ആണ്. 9.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. വേണമെങ്കിൽ 9.8 എന്ന് കൊടുക്കാം, പക്ഷെ അതിനൊക്കെ നല്ല എന്താണ്? ആക്സിലറേഷൻ. വെർട്ടിക്കലി ഉള്ള ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് ആക്സിലറേഷൻ ആണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ വാല്യൂ ആണ് 9.8. അപ്പൊ അതിന് നമുക്ക് എന്തെന്ന് വേണമെങ്കിൽ കാണിക്കാം. ഒന്നില്ലെങ്കിൽ 9.8 എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്തെന്നിടാം? ജി എന്ന് ഇടാം. അതില് ഇത് മോളിലേക്കാണ് ആദ്യം പോണേ അല്ലെ. ഒരു സാധനം മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ -g എന്നാണ് അതിന് എടുക്കുക. കാരണം എന്താ? എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി താഴേക്കും ഇത് പോകുന്നത് മുകളിലേക്കുമാണ്, ഉയർന്നു പോകുന്നത് മുകളിലേക്കുമാണ്. അപ്പൊ ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിന് എന്തെന്നാണ് എടുക്കുക? മൈനസ് എന്നാണ് എടുക്കുക, -g. അപ്പൊ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വരും പറഞ്ഞേ? എസിന് പകരം എന്ത് കൊടുക്കുക? വൈ കൊടുക്കുക. അപ്പൊ y ഈക്വൽ ടു യു. യു എന്ന് പറഞ്ഞാൽ ആരാ? അപ്പൊ ഞാൻ ഇത് കുറച്ചും കൂടി നീക്കി എഴുതാം കേട്ടോ, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങോട്ട് കുറച്ച് നീക്കി എഴുതാം, ശ്രദ്ധിച്ചോട്ടാ. S ഈക്വൽ ടു യു. യു എന്ന് പറഞ്ഞാൽ ആരാ? യു സൈൻ തീറ്റ. യു സൈൻ തീറ്റ ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബൈ യു കോസ് തീറ്റ പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം -g ഇൻറ്റു ടി സ്ക്വയറിന് പകരം ടി എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് ബൈ യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നോക്ക്. ഇവിടുത്തെ യുവും ഇവിടുത്തെ യുവും വെട്ടിപ്പോയി, മുകളിലും താഴെ യു എന്ന കാരണം വെട്ടിപ്പോയി. ഇനി എസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതാരാ? ടാൻ തീറ്റ ആണ് അല്ലെ. ടാൻ തീറ്റ എന്നിട്ട് ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് പ്ലസ് ഈ മൈനസിനെ ഫ്രണ്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -12g. ഇവിടെ നോക്കുക, ഈ സ്ക്വയറിന് ആർക്കൊക്കെ കൊടുക്കണം? എക്സിനും കൊടുക്കണം, യു കോസ് തീറ്റക്കും കൊടുക്കണം. അപ്പൊ ഇതിന് എന്തെന്ന് എഴുതാം? എക്സ് സ്ക്വയർ ബൈ ഈ യു കോസ് തീറ്റക്ക് സ്ക്വയർ കൊടുക്കുമ്പോൾ എന്ത് വരും? യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ശരിയല്ലേ? യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തും അല്ലെ. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ കേട്ടാ. ഇവിടെ ഒരു പാരബോളയുടെ, ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒരു പാരബോളയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടോ. ഒരു പാരബോളയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു ax പ്ലസ് bx സ്ക്വയർ എന്നാണ്. എന്താണ് ഇക്വേഷൻ? ax പ്ലസ് bx സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഇക്വേഷനിൽ ഇവിടെ ഒരു കാര്യം ഞാൻ മറന്നുപോയി. എസിന് പകരം ഇവിടെ എന്തിട്ട് കൊടുക്കണം? y ഇട്ട് കൊടുക്കണം അല്ലെ.
എസിന് പകരം y ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ y ഈക്വൽ ടു ഇപ്പൊ കിട്ടിയത് y ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് -1/2 g എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റ എന്നാണ് കിട്ടിയണേ. ഇതില് ഇതേ ഞാനിവിടെ കുറച്ച് ആൾക്കാരെ വട്ടം വരച്ചിടാം, നോക്കിക്കോട്ടാ. യെസ്, ഇവിടെ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോഴേ നമ്മളിപ്പോ ഈ പ്രൊജക്ടൈൽ മോഷനിലെ കുറച്ച് ഇക്വേഷനുകൾ സോൾവ് ചെയ്ത് എത്തിയിട്ടില്ലേ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തെത്തുമ്പോ ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കണേ? പാരബോളയുടെ ജനറൽ ഫോർമിലാണ് കിടക്കണേ അല്ലെ. ആകെ എന്തേ വ്യത്യാസമുള്ളൂ? എക്ക് പകരമായിട്ട് ഇവിടെ എന്ത് കിടക്കുന്നു? ടാൻ തീറ്റ. ബിക്ക് പകരമായിട്ട് ഇവിടെ എന്ത് കിടക്കുന്നു? -12 g ബൈ യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റ. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ഇത് ഏത് ഫോർമുല കിടക്കണേ? എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ ഫോർമുല കിടക്കണേ. ഇവിടെ എന്താ കിട്ടിയത് നമുക്ക്? ടാൻ തീറ്റ എക്സ് പ്ലസ് -1/2 g ബൈ യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റ എക്സ് സ്ക്വയർ, അങ്ങനെയാണ് കിട്ടിയേക്കണേ. അതില് ഇത് ഏത് ഫോമിലാണ്? ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് ജനറൽ ഇക്വേഷൻ ഓഫ് പാരബോള. ഇത് എന്തിന്റെ ഫോമിലാണ്? പാരബോളയുടെ ജനറൽ ഇക്വേഷന്റെ ഫോമിലാണ്. പാരബോളയുടെ ജനറൽ ഇക്വേഷൻ y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ. ആ ഫോമിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഷേപ്പ് എന്തായിരിക്കും? പാരബോള ആയിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചു എന്താ. യെസ്, അടുത്തത് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ. ഇപ്പൊ നേരത്തെ ചെയ്ത ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ ഒന്നും അത് ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തരികയാണ്. എന്ന് വെച്ചാൽ അത് പഠിക്കാതിരിക്കേണ്ട, ജസ്റ്റ് അത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, അത് വാട്സപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. എവിടെയാണ് ഡൗട്ട് എന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയാൽ മക്കളെ, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെയും ഹൊറിസോണ്ടൽ റേഞ്ചിന്റെയും മാക്സിമം ഹൈറ്റിന്റെയും ഡെറിവേഷൻ ചെയ്യും. ഇത് ഞാൻ ഓൾറെഡി ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രൊജക്ടൈൽ മോഷന്റെയും ഒരു വീഡിയോ ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഡെറിവേഷൻ ഞാൻ പിന്നെയും ചെയ്ത് ലാഗ് ആക്കുന്നില്ല, കാരണം നമ്മുടെ കുറച്ച് വലിയ ചാപ്റ്റർ ആണല്ലോ. അപ്പൊ അത് ഓൾറെഡി വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്റെയും കൂടെയും വീഡിയോ ഞാൻ എന്ത് ചെയ്യുക, അതിന്റെയും കൂടെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ അയച്ചിടാം. അപ്പൊ ആ ഡെറിവേഷൻ പഠിക്കാത്തവരുണ്ടെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ എക്സാമിന് എന്തായാലും ഞാൻ ഇട്ടേക്കണ ചോദ്യമാണ് കേട്ടോ. അപ്പൊ അതിന്റെ മൂന്നിന്റെയും ഡെറിവേഷൻ നന്നായിട്ട് പഠിക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ മാക്സിമം ഹൈറ്റിന്റെ. അപ്പൊ ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഗ്രൂപ്പിൽ അയച്ചിടാം, അത് കണ്ടു പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയാൽ, വാട്ട് ഈസ് ദ ആംഗിൾ ഫോർ പ്രൊജക്ഷൻ ഓഫ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? ഈ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഷോർട്ട് പുട്ട് എറിയുമ്പോൾ അത് പരമാവധി ഹൊറിസോണ്ടൽ ദൂരത്തേക്ക് അല്ലെ, പരമാവധി റേഞ്ചിലേക്ക് അത് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര ആംഗിളിൽ വേണം അതിനെ പ്രൊജക്ട് ചെയ്യാൻ? എത്ര ആംഗിളിൽ പ്രൊജക്ട് ചെയ്യണം? പഠിച്ചു വെച്ചോ, 45 ഡിഗ്രി. ഒരു ഷോർട്ട് പുട്ടിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടൈലിനെയോ മാക്സിമം ദൂരത്തേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യേണ്ട ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ചിലേക്ക് അത് എത്തും. അടുത്ത ചോദ്യം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, സോറി ഒരുപാട് തവണ വന്നേക്കണ ചോദ്യമുണ്ട്. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച്? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ എന്താ അറിയണം? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ അറിയണം. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ 2 തീറ്റ. എന്താണ് റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇതാണ് റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ. മാക്സിമം ഇവിടെ ചോദിച്ചേക്കണത് മാക്സിമം റേഞ്ചിന്റെ വാല്യൂ, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ്. മാക്സിമം റേഞ്ച് എത്തണമെന്നുണ്ടെങ്കിൽ എറിയുന്ന ആംഗിൾ തീറ്റ എത്രയായിരിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്? 45 ഡിഗ്രി ആയിരിക്കണം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? R ഈക്വൽ ടു മാക്സിമം റേഞ്ച് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആംഗിൾ എത്രയായിരിക്കണം? 45 ആയിരിക്കണം. അപ്പൊ അവിടുത്തെ റേഞ്ച് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യും? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു സ്ക്വയർ, അടുത്തത് സൈൻ 2 തീറ്റ. 2 തീറ്റ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു തീറ്റ 45 ആണ്. 2 ഇൻറ്റു 45 ബൈ ജി. അപ്പൊ എന്ത് വരും? R is equal to യു സ്ക്വയർ സൈൻ 45 ഇൻറ്റു 2 എത്രയാണ്? 90 ബൈ ജി. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1. അറിയാത്ത ആൾക്കാർ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക കേട്ടോ. സൈൻ 0 സൈൻ 91, അത് ഓർത്ത് നോക്കുക. സൈൻ 0 സൈൻ 91. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഇത് 1 ആയി പോവും.
അപ്പൊ ബാക്കി എന്ത് വരും? ഇത് മൊത്തം 1 ആയി പോകും. sin 90 1 ആയി പോകുമ്പോൾ ബാക്കി എന്ത് വരും? r equal to u²/g. ഇതാണ് മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ. മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ. ഈ ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചോട്ടെ. മാക്സിമം റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ. മാക്സിമം റേഞ്ച് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? റേഞ്ചിന്റെ ഇക്വേഷനിൽ തീറ്റ 45 കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ for which the range will be same as that in case of theta equal to 30 for a given velocity of projection. അതായത് നോക്കിയേ, ഒന്നുകൂടെ വായിക്കുക ചോദ്യം. Find the angle of projection for which the range will be same as that in case of theta equal to 30. ഒരാൾ ഇപ്പോൾ എറിയാണ്, ഒരു ഷോർട്ട് പുട്ട് എറിയാണ്. അയാൾ എറിഞ്ഞത് 30 ഡിഗ്രി ആംഗിളിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ അതേ റേഞ്ചിലേക്ക് എറിയണം എന്നുണ്ടെങ്കിൽ അടുത്ത ആള് എത്ര ആംഗിളിൽ അത് പ്രൊജക്ട് ചെയ്യേണ്ടി വരും? ഞാൻ എപ്പോഴും അതായത് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, തീറ്റ എന്നുള്ള ആംഗിളിലും അതേപോലെ 90 മൈനസ് തീറ്റ എന്നുള്ള ആംഗിളിലും ഉണ്ടാകുന്ന റേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിൽ എറിഞ്ഞാൽ കിട്ടുന്ന അതേ റേഞ്ച് ആയിരിക്കും 90 മൈനസ് തീറ്റയിൽ എറിഞ്ഞാൽ കിട്ടുന്ന റേഞ്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ ആൾ എറിഞ്ഞത് 30 ഡിഗ്രി ആംഗിളിലല്ലേ? അപ്പൊ അടുത്ത ആൾ അതേ റേഞ്ച് കിട്ടാൻ എത്ര ആംഗിളിൽ എറിയേണ്ടി വരും? 90 മൈനസ് 30 എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ 30 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും എറിഞ്ഞു കഴിഞ്ഞാൽ സെയിം റേഞ്ച് ആണ് കിട്ടുക. ക്ലിയർ? 90 മൈനസ് 30 അത്ര ഇതാണ്. അടുത്തത്, എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 മീറ്റർ പെർ സെക്കൻഡ്. ഈ ക്രിക്കറ്റ് ബോളിന്റെ പ്രൊജക്ടൈൽ മോഷന്റെ പ്രോബ്ലം ഞാൻ നിങ്ങളുടെ നോട്ടിൽ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ അത് എന്ത് ചെയ്താൽ മതി? അത് പ്രാക്ടീസ് ചെയ്താണ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിൽ കൃത്യമായി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സെയിം പ്രോബ്ലം ആണ്. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിൽ നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. യെസ്, നോക്കുക. വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ? ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? When an object follows a circular path at a constant speed, the motion of the object is called uniform circular motion. അതായത് ഒരു വസ്തു സർക്കുലാർ പാത്ത് എന്ന് പറയുന്നത് എന്താ? വട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം? പോകണം അല്ലെ? വട്ടത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കണം. എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം? കോൺസ്റ്റന്റ് സ്പീഡിൽ. ഓക്കെ, അപ്പൊ ഒരു വസ്തു കോൺസ്റ്റന്റ് സ്പീഡിൽ കിടന്ന് സർക്കുലാർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? യൂണിഫോം സർക്കുലാർ മോഷൻ ആണെന്ന് പറയാം. ആ ബോഡിയുടെ മോഷൻ എന്താണെന്ന് പറയാം? യൂണിഫോം സർക്കുലാർ മോഷൻ. രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്നാമത്തത് അത് എന്തായിരിക്കണം? സർക്കുലാർ പാത്തിൽ പോകണം. രണ്ടാമത്തത് കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ പോകണം. ഓക്കെ, ഇനി അവിടുത്തെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ അടുത്ത പോയിന്റ് നോക്കി, വെലോസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ്. സ്പീഡ് യൂണിഫോം സർക്കുലർ മോഷനിൽ കോൺസ്റ്റന്റ് ആണ്, പക്ഷേ വെലോസിറ്റി എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കറങ്ങും തോറും അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. അടുത്തതോ, ആക്സിലറേഷൻ ഈസ് നോട്ട് കോൺസ്റ്റന്റ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. വെലോസിറ്റി മാറണമെങ്കിൽ ആക്സിലറേഷനും അതിനനുസരിച്ച് മാറും. കാരണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റിക്ക് വരുന്ന മാറ്റമാണ്. അപ്പൊ ആക്സിലറേഷനും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനിൽ എന്തൊക്കെ പഠിക്കണം? ഒന്നാമത്തെ കാര്യം, അത് സർക്കുലാർ പാത്തിലായിരിക്കണം ഒബ്ജക്റ്റ് കറങ്ങേണ്ടത്. രണ്ടാമത്തത് കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കണം അത് കറങ്ങേണ്ടത്. ഓക്കെ, ഇനി സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കില്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്തത് കൊണ്ട് അതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കില്ല? കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അതാണ് 22ാമത്തെ ചോദ്യം. ദെൻ നെക്സ്റ്റ്, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ മോഷൻ ഇൻ വിച്ച് സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ബട്ട് വെലോസിറ്റി വേരി. ഇനി ഈ ചോദ്യത്തെ ഒന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഓക്കെ, ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞേക്കണം ഒരു മോഷൻ എക്സാമ്പിൾ പറയണം. എങ്ങനത്തെ മോഷൻ? സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ വെലോസിറ്റി വാരിയിങ് ആയിരിക്കും. വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്പീഡ് കോൺസ്റ്റന്റ് ആയി വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മോഷൻ ഏതാ? ഇപ്പൊ തന്നെ പറഞ്ഞ കാര്യം, യൂണിഫോം സർക്കുലർ മോഷൻ. അടുത്ത, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ മോഷൻ ഇൻ വിച്ച് സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് സ്റ്റിൽ ആക്സിലറേറ്റിംഗ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ആക്സിലറേഷൻ ഉണ്ട്. സ്റ്റിൽ ആക്സിലറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ല എന്ന് പറയണില്ലേ? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്നിട്ടും ആക്സിലറേഷൻ ഉണ്ട്. അതേതാണ്? യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് പീരീഡ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ? യൂണിഫോം സർക്കുലർ മോഷനിലെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ടേക്കൺ ബൈ ആൻ ഒബ്ജക്റ്റ് ടു മേക്ക് വൺ റെവല്യൂഷൻ ഈസ് നോൺ ആസ് ടൈം പീരീഡ് ടി. ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു വസ്തുവിന് യൂണിഫോം സർക്കുലർ മോഷനിൽ ഒരു തവണ റെവല്യൂഷൻ നടത്തി വരാൻ എടുക്കുന്ന സമയം. അതായത് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് കറങ്ങി വരിക.
ഒരു തവണ കറങ്ങി എത്താൻ എടുക്കുന്ന സമയം അതിനെയാണ് എന്തെന്ന് പറയാം, ടൈം പീരീഡ് എന്ന് പറയാം. യൂണിഫോം സർക്കുലർ മോഷനിൽ ഈ സർക്കിൾ ഷേപ്പിലായിരിക്കും അത് പോകണുണ്ടാവുക. അപ്പോൾ ഒരു തവണ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഒരു തവണ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് ടൈം പീരീഡ് എന്ന് പറയും. ഇനി എന്താണ് വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ഒരു സെക്കൻഡ് കൊണ്ട് എത്ര റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ വന്ന് അവസാനിക്കണം. അപ്പൊ അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര തവണ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിനെയാണ് എന്തെന്ന് പറയാം, ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? ന്യൂ ഈക്വൽ ടു 1/t. ഇതാണ് ഫ്രീക്വൻസി ആണ് ഇക്വേഷൻ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹേർട്സ് ആണ്. ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ടൈം ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അടുത്തത് ആംഗുലാർ വെലോസിറ്റി. എന്താ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ആംഗുലാർ വെലോസിറ്റി ഇസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് ചിന്തിച്ചോട്ടാ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് ഉണ്ടാകുന്ന മാറ്റം, അതിനെയാണ് എന്തെന്ന് പറയാ, ആംഗുലാർ വെലോസിറ്റി. ആ ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് പഠിക്കുക. അതിന്റെ യൂണിറ്റ് എന്തായാലും നോക്കി നോക്കുക. ആംഗുലാർ വെലോസിറ്റി യൂണിറ്റ് എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ റാഡ് പെർ എസ് എന്നാണ് അതിന് എഴുതുക. അതിനെ എന്തെന്ന് വായിക്കണം? റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ്. അടുത്തത് ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഓക്കെ, അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയും അതേപോലെ തന്നെ ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, അത് രണ്ടും തമ്മിലുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ അത് ഇവിടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോട്ടാ. നോക്കാം, ആ ഫിഗർ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കട്ടാ. അപ്പൊ ഇതൊരു സർക്കുലാർ മോഷൻ ആണെന്ന് വിചാരിക്കും. ഇതൊരു സർക്കുലാർ മോഷൻ ആണ്. അപ്പൊ ആദ്യം ശ്രദ്ധിച്ചോട്ടാ, ആദ്യം ഒരു ഒബ്ജക്റ്റ്. അപ്പൊ ഇതാണ് ആ സർക്കിളിന്റെ സെന്റർ ഇട്ടാ. ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഒരു കാറോ എന്തെങ്കിലും എടുത്തോ, അത് സർക്കുലാർ മോഷനിലാണ് വിചാരിക്കുക, യൂണിഫോം സർക്കുലാർ മോഷനിലാണ് വിചാരിക്കുക. അപ്പോ ആദ്യം ആ ഒബ്ജക്റ്റ് നിന്നിരുന്ന പോയിന്റ് ആണ് പി. ആദ്യം ആ ഒബ്ജക്റ്റ് നിന്നിരുന്ന പോയിന്റ് ആണ് പി. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മൂവ് ചെയ്ത് അടുത്ത പോയിന്റിലേക്ക് എത്തി. അടുത്ത പോയിന്റ് ആണ് പി ഡാഷ്. അടുത്ത പോയിന്റ് ആണ് പി ഡാഷ്. ഇനി ആദ്യത്തെ പോയിന്റിലേക്ക് വരക്കുന്ന പൊസിഷൻ വെക്ടർ ആണ് ആർ. അവസാനത്തെ പോയിന്റിലേക്ക് വരക്കുന്ന പൊസിഷൻ വെക്ടർ ആണ് ആർ ഡാഷ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പൊ യൂണിഫോം സർക്കുലാർ മോഷനില് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എവിടേക്ക് പോവാണ്? പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോവാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റിലേക്ക് വരക്കുന്ന പൊസിഷൻ വെക്ടർ ആറും രണ്ടാമത്തെ പോയിന്റിലേക്ക് വരക്കുന്ന പൊസിഷൻ വെക്ടർ ആർ ഡാഷും. ഇതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്ര ആംഗിൾ അത് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ തീറ്റ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ തീറ്റ. ഇനി ആദ്യം നിന്നിരുന്ന പൊസിഷനും ഇപ്പൊ നിൽക്കുന്ന ആ ഒരു പൊസിഷനും, ആദ്യം നിന്നിരുന്ന പൊസിഷനും ഇപ്പൊ നിൽക്കുന്ന ആ പൊസിഷനും തമ്മിലുള്ള ദൂരം, ആ ദൂരമാണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ. ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ? അപ്പൊ ഈ ഫിഗറിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ഇപ്പൊ ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കാർ എവിടെ നിന്ന് എവിടേക്ക് പോവാണ്? പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് കറങ്ങി എവിടേക്ക് എത്താണ്? പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പൊസിഷനിലേക്ക് വരക്കുന്ന പൊസിഷൻ വെക്ടർ ആണ് ആർ. അവസാനത്തെ പൊസിഷനിലേക്ക് വരക്കുന്ന പൊസിഷൻ വെക്ടർ ആണ് ആർ ഡാഷ്. ഇനി അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ തീറ്റ. ഇനി ആ ആദ്യത്തെ പോയിന്റും അവസാനത്തെ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് വരക്കുന്ന ആ ഒരു ലൈൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ. ഇനി നമ്മൾ പഠിച്ചേക്കുന്നത് ഒരു സെക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്ടറിന്റെ ഇക്വേഷൻ എന്താ? അതായത് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. എന്താണ് ഇക്വേഷൻ? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ ഇവിടെ ഇത് ഒരു സെക്ടർ ആണ്. ഈ ഒരു കഷ്ണം എന്താണ്? ഒരു സെക്ടർ ആണ്. ആ സെക്ടറിന്റെ ആംഗിൾ എത്രയാണ്? ആംഗിൾ ഡെൽറ്റ തീറ്റ ആണ്. ഈക്വൽ ടു ആർക്ക്. ആർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ലെങ്ത് ആണ് എടുക്കേണ്ടത്, പക്ഷെ ആ ലെങ്ത് നമുക്ക് അറിയൂല. അപ്പൊ അതിനോട് അടുത്ത്, ഏകദേശം അതിനോട് അടുത്ത് വരുന്ന ഈ ഒരു ലെങ്ത് നമുക്കറിയാം. ഈ ലെങ്ത് എത്രയാ? ഡെൽറ്റ ആർ ആണ്. അപ്പോ ആർക്ക് എന്നുള്ളതിന്റെ ഈ ഒരു ലെങ്ത് അറിയാത്തതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ലെങ്ത് ആണ് ഡെൽറ്റ ആർ. അപ്പൊ ആ ഡെൽറ്റ ആർ ആണ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുക ബൈ റേഡിയസ്. ഈ റേഡിയസ് എത്രയാ? റേഡിയസ് എത്രയാ? ആർ. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറിനെ എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്താവും? ആറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും? ആർ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ ആർ. ഓക്കെ, ഇനി ഈ ഇക്വേഷന്റെ താഴെയായിട്ട് ശ്രദ്ധിച്ചോട്ടോ, ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ ഡെൽറ്റ ടി
ഓൺ ബോത്ത് സൈഡ്സ്, ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഈ ഇക്വേഷന് രണ്ട് സൈഡിലും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ആർ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഇതില ഈ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, അതേപോലെ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി, ഇത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയണം. ശ്രദ്ധിച്ചോട്ടാ, ഇത് ആരൊക്കെയാണെന്നുള്ളത് അറിയണം. ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിവൈഡഡ് ബൈ ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഇനി ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക ലീനിയർ വെലോസിറ്റി വി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ആർ ഒമേഗ ഈക്വൽ ടു വി അല്ലെ? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പൊ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. അതിലെ വിയും ഒമേഗയും ആരാണ്? വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി, വി ആരാണ്? ലീനിയർ വെലോസിറ്റി. ഒമേഗ എന്ന് പറഞ്ഞാൽ ആരാ? ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി. അപ്പൊ നമുക്കിപ്പോ ഇവിടെ എന്ത് കിട്ടി? ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ കിട്ടി, വി ഈക്വൽ ടു ആർ ഒമേഗ. അത്രേ ഉള്ളൂ. അടുത്തത് ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിക്ക് ശ്രദ്ധിക്കട്ടാ, ആംഗുലാർ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ്, ആംഗുലാർ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? ആൽഫ. ഓക്കെ, ആംഗുലാർ ആക്സിലറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആൽഫ. എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ? ആംഗുലാർ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഇനി അതിന്റെ ഇക്വേഷൻ പഠിക്കുക. ഇക്വേഷന്റെ ആൽഫ ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, അതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ പഠിക്കാം. ലാസ്റ്റ് ടോപ്പിക് ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ശ്രദ്ധിച്ചോട്ടാ. എന്താ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ എക്സ്പീരിയൻസസ് ആൻ ആക്സിലറേഷൻ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ along its radius. This is called centripetal acceleration. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു യൂണിഫോം സർക്കുലാർ മോഷനിൽ പോകുന്ന, അതായത് യൂണിഫോം സർക്കുലാർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു ആക്സിലറേഷൻ എങ്ങോട്ടുണ്ടാവും? അതിന്റെ റേഡിയസിലോട്ട് ഉണ്ടാവും. അതായത് യൂണിഫോം സർക്കുലാർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിന് അതിന്റെ സെന്ററിലോട്ട് എന്തുണ്ടാവും? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയാ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയാം. ഇനി അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ഇവിടെ വരച്ച ഫിഗർ ഇല്ലേ, ഇവിടെ വരച്ച അതേ ഫിഗർ അപ്പുറത്തേക്ക് വരച്ചതിന് ശേഷം എന്ത് ചെയ്യാ? ഫ്രം ഫിഗർ എന്ന് പറയാം. ഫ്രം ഫിഗർ എന്ന് എഴുതാം. ഫ്രം ഫിഗർ എന്നിട്ട് ഒരു ഇക്വേഷൻ എഴുതി വെക്കണം. ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു. അത് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട, കാരണം 2 മാർക്കേ ഈ ഡെറിവേഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ഇനി ആ ഇക്വേഷന്റെ സോഴ്സും കൂടെ കാണിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഡെറിവേഷൻ പിന്നെ ലെങ്തി ആയിട്ട് പോകും. ഓക്കെ, ഇനി അപ്പൊ ഫ്രം ഫിഗർ എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻ ഡയറക്ട്ലി ചെയ്താൽ ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ. ഈ ഇക്വേഷൻ നിന്നാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷൻ പഠിച്ചു നോക്കുക. പറഞ്ഞേ, ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ. ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം ഈ വീന ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്താവും? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ. അതിന് മുമ്പ് ഒരു കാര്യം നോക്കിക്കോട്ടാ. ആ വി അങ്ങോട്ട് പോകുമ്പോ എന്താവും? ഈ വീന അങ്ങോട്ട് എടുത്താൽ എന്താവും? വി ഡെൽറ്റ ആർ ബൈ ആർ അല്ലെ? എന്നിട്ട് ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ 1 ബൈ ഡെൽറ്റ ടി ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും 1 ബൈ ഡെൽറ്റ ടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? രണ്ട് സൈഡിലും 1 ബൈ ടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ഡെൽറ്റ വി ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഈ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക, വി ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി. രണ്ട് സൈഡിലും 1 ബൈ ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? ഡെൽറ്റ വി ഇൻറ്റു 1 ഡെൽറ്റ വി തന്നെയാണ്. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? വി ഡെൽറ്റ ആർ ബൈ ആർ ഡെൽറ്റ ടി അല്ലെ? ഇൻറ്റു 1 മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി ശ്രദ്ധിച്ചോട്ടാ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം. വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആരാ? ആക്സിലറേഷൻ ആണ്. വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആരാണ്? ആക്സിലറേഷൻ. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ബൈ ടൈം ആരാ? ആക്സിലറേഷൻ. ഇവിടെ ഏത് ആക്സിലറേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അതിന് എന്ത് എഴുതും? എ സി എന്ന് എഴുതും. ഓക്കെ. ഇനി അതേപോലെ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി, തൊട്ട് മുമ്പത്തെ ഡെറിവേഷനിൽ നോക്കിയേ, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആരാ? ആരാ? വി ആണ്. അപ്പൊ അത് ഇവിടെ കൊടുക്കുക. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആരാണ്? വി. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിനെ എ സി എന്ന് എഴുതാം, കാരണം ആക്സിലറേഷൻ ആണ്. ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ അതും വി ആണ്. അപ്പൊ എന്ത് വരും? എ സി ഈക്വൽ ടു വി ഇൻറ്റു വി, വി സ്ക്വയർ ബൈ ആർ. ഓക്കെ. ഇനി ഇത് കൂടാതെ രണ്ട് ഇക്വേഷനുകൾ കൂടെ എക്സ്ട്രാ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടം വരെ എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങളോട് സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ഇവിടെ വരെ എഴുതിയാലും മതി. പിന്നെ നമ്മൾ ഒരു രണ്ട് ഇക്വേഷൻ കൂടി അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ആ രണ്ട് ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കുക. ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ഇത്രയും ചെയ്താൽ മതി കേട്ടാ. ഓക്കെ. ഇനി അതിന് ഒരു പ്രോബ്ലം കൂടി നമുക്ക് അതിൽ ചെയ്യാനുണ്ട്. ഈ പ്രോബ്ലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കഴിയും. ഈ പ്രോബ്ലം ഒന്ന് നോക്കി, ശരിക്കും ഒന്ന് വായിച്ചു നോക്കി, ശ്രദ്ധിക്കട്ടാ. An insect is trapped in a circular groove of radius 12 centimeter, moving along the groove steadily and complete 7 revolutions in 10 seconds. ഒരു ഇൻസെക്ട് ഒരു സർക്കുലാർ ലൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂവിൽ കിടന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സർക്കിൾ ഷേപ്പിൽ ഇത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇൻസെക്ട്. എത്രയാണ് ആ സർക്കിളിന്റെ റേഡിയസ്? 12 സെന്റിമീറ്റർ ആണ് അതിന്റെ റേഡിയസ്. അപ്പൊ തന്നെ ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ എഴുതി വെക്കുകയാണ്. റേഡിയസ് ശ്രദ്ധിച്ചോട്ടാ, റേഡിയസ് 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ തന്നെ അതിനെ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? 12 ഇൻറ്റു സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻². ഓക്കെ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻² ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് മാറും? മീറ്ററിലേക്ക് മാറും. അപ്പോൾ തന്നേക്കണ റേഡിയസ് 12 സെന്റിമീറ്റർ ആയിരുന്നു, അതിനെ മീറ്ററിലേക്ക് മാറ്റി. എന്നിട്ട് പറയാണ് 7 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാണ്. എന്ത് കംപ്ലീറ്റ് ചെയ്തു? 7 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അതായത് 7 തവണ ആ സർക്കിളിൽ കൂടെ ആ ഇൻസെക്ട് കറങ്ങി വന്നു. എത്ര സെക്കൻഡ് കൊണ്ട്? 100 സെക്കൻഡ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടൈം പീരീഡ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ടൈം ടേക്കൺ. ശ്രദ്ധിച്ചോട്ടാ, ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നോക്കാം. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് റെവല്യൂഷൻസ്. അപ്പൊ എന്ത് വരും? ടൈം പീരീഡിനെ കാണിക്കുന്ന ലെറ്റർ ടി ആണ്. ഇവിടെ മൊത്തം എത്ര സമയം കൊണ്ടാണ് 7 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണം? മൊത്തം 100 സെക്കൻഡ് കൊണ്ടല്ലേ. അപ്പൊ എന്തെന്ന് എഴുതാണ്? 100 ബൈ എത്ര സെക്കൻഡ് കൊണ്ടാണ്? 7 സെക്കൻഡ് കൊണ്ടല്ലേ. അപ്പൊ ഞാൻ എന്തെന്ന് എഴുതാണ്? 100 ബൈ 7. ഓക്കെ. ഇതായിരിക്കും എന്ത്? ടൈം പീരീഡ്. പക്ഷെ നമ്മളോട് കാണാൻ പറഞ്ഞേക്കണ എന്താ? വാട്ട് ഈസ് ദ ആംഗുലാർ സ്പീഡ്? ആംഗുലാർ സ്പീഡും ആൻഡ് ലീനിയർ സ്പീഡ്. ആംഗുലാർ സ്പീഡും കാണണം, ലീനിയർ സ്പീഡും കാണണം. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. ആംഗുലാർ സ്പീഡ് ആരാണ്? ഒമേഗ. ഒമേഗ കാണാനുള്ള ഇക്വേഷൻ ഉണ്ടാവും. ഒമേഗ കാണാനുള്ള ഇക്വേഷൻ 2π/t. പഠിച്ചോട്ടാ, ഒമേഗ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2π/t. അപ്പൊ ഇവിടെ നമ്മളോട് തന്നേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഇൻസെക്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് എന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. അപ്പൊ തന്നെ അതിനെ മീറ്ററിലേക്ക് മാറ്റി. ഇനി ടൈം ടേക്കൺ ചോദിച്ചിട്ടുണ്ട് അല്ലെ, സോറി, ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൊത്തം എത്ര സമയം എടുത്തോ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? റെവല്യൂഷൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മൊത്തം 100 സെക്കൻഡ് ആണ് എടുത്തത്. 100 സെക്കൻഡ് ബൈ എത്ര റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു? 7 റെവല്യൂഷൻ. അപ്പൊ 100 ബൈ 7 അതായിരിക്കും ടൈം പീരീഡ്. ഓക്കെ. ഇനി ആംഗുലാർ സ്പീഡ് കാണാനായിട്ട് ആംഗുലാർ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഒമേഗ ഈക്വൽ ടു 2π/t. അതിൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിയുടെ വാല്യൂ എത്രയാണ്? 100/7. അപ്പൊ എന്ത് ചെയ്യും? 2π/t. ടി എന്ന് പറഞ്ഞാൽ 100/7. വേണമെങ്കിൽ അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് ചെയ്യാട്ടോ. ഞാനിപ്പോ നേരെ ചെയ്യാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ എന്ത് വരും? ഒമേഗ ഈക്വൽ ടു ഇതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2π അവിടെ തന്നെ നിർത്താം. ഇതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ. താഴത്ത് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക. അതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 7/100. ഓക്കെ.
ഇനി ഇതിനെ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിനെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ വാല്യൂ എത്ര വരും? വാല്യൂ ദേ ഈ ഒന്നും കൂടെ കട്ട് ഷോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 100ൽ എത്ര പ്രാവശ്യം പോകും? 50 പ്രാവശ്യം പോകും. അപ്പോൾ 7/50 ഇൻറ്റു പൈ എന്ന് വരും. ഓക്കെ, ഒമേഗ ഈക്വൽ ടു 7/50 ഇൻറ്റു പൈ. ഇതായിരിക്കും എന്ത്? ഒമേഗ. അത് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ എത്ര വരും? 0.44 വരും കേട്ടോ, 0.44 വരും. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് ലീനിയർ സ്പീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലീനിയർ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ലീനിയർ സ്പീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, V = R ഒമേഗ. ഓക്കെ, ലീനിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ V ആണ്. V കാണാനുള്ള ഇക്വേഷൻ R ഒമേഗ ആണ്. അപ്പോൾ V = റേഡിയസ് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 12 × 10⁻² ഇൻറ്റു ഒമേഗ. ഒമേഗയുടെ വാല്യൂ എത്രയാണ്? ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.44 ആണ്. ഇത് ചെയ്യുമ്പോൾ ലീനിയർ സ്പീഡ് എത്ര വരും? 5.3 × 10⁻² വരും മീറ്റർ/സെക്കൻഡ്. ഇതായിരിക്കും ലീനിയർ സ്പീഡ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? ഈസ് ദ ആക്സിലറേഷൻ വെക്റ്റർ എ കോൺസ്റ്റന്റ് വെക്റ്റർ? വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? അതായത് ഇവിടുത്തെ ആക്സിലറേഷൻ വെക്റ്റർ ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ആണോ? ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ എന്താ? വായിച്ചു നോക്കുക. ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് along the tangent to the circle at every point. അതായത് ഒരു സാധനം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? ആ സർക്കിളിന്റെ ടാൻജന്റ് കണ്ടാൽ മതി. അതായത് ഒരു സാധനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പോയിന്റില് വെലോസിറ്റി കാണണം. ഒരു ബോഡി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബോഡി ഈ പോയിന്റ് എത്തുമ്പോഴുള്ള വെലോസിറ്റി കാണണമെന്ന് എനിക്ക് എന്ത് ചെയ്താൽ മതി? ആ പോയിന്റിൽ എന്ത് വരച്ചാൽ മതി? ടാൻജന്റ് വരച്ചാൽ മതി. ടാൻജന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എന്ത്? വെലോസിറ്റി വെക്റ്റർ. ഓക്കെ, ടാൻജന്റ് വരച്ചാൽ അതായിരിക്കും നമ്മുടെ വെലോസിറ്റി വെക്റ്റർ. ഇനി the acceleration is directed towards the center of the circle. Since the direction changes continuously, acceleration here is not constant vector. അതായത് ഇവിടുത്തെ ആക്സിലറേഷൻ സെന്ററിലേക്കാണ്. അത് മാത്രമല്ല ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയണില്ലേ? അതായത് ഇപ്പൊ ഒരു ബോള് ഇതിലേ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോളിന്റെ ആക്സിലറേഷൻ വെലോസിറ്റി ടാൻജന്റ് ആയിട്ടായിരിക്കും, പക്ഷെ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? സെന്ററിലേക്കായിരിക്കും. ഇനി ആ ബോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി ഇങ്ങോട്ടും ആക്സിലറേഷൻ ഇങ്ങോട്ടായിരിക്കും, അപ്പോഴും സെന്ററിലേക്കായിരിക്കും. ഇനി ആ ബോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലോ വെലോസിറ്റി ഇങ്ങോട്ടും ആക്സിലറേഷൻ സെന്ററിലേക്കായിരിക്കും. അപ്പൊ ഈ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പോയിന്റിൽ എത്തുമ്പോഴും അതിന്റെ ആ വെക്ടറിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആക്സിലറേഷൻ വെക്ടർ എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, ഇനി അവിടെ എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? ആക്സിലറേഷൻ വെക്ടർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആംഗുലാർ ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ആംഗുലാർ ആക്സിലറേഷൻ അല്ല, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാനായിട്ട് v²/r എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ v²/r എന്നുള്ള ഇക്വേഷനിൽ കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോട്ടിൽ പഠിച്ചിട്ടുണ്ട്, a = ω²r. ഇങ്ങനെ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്തിട്ടുണ്ട് ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഡെറിവേഷനിൽ. അതിലിട്ട് കൊടുത്താലും മതി, അപ്പൊ ഡയറക്റ്റ്ലി ആൻസർ കിട്ടും. a = ω². ഒമേഗ എത്രയാണ് കിട്ടിയത്? ഒമേഗയുടെ വാല്യൂ 0.44 ആണ്. സ്ക്വയർ ഇൻറ്റു റേഡിയസ് എത്രയാണ്? 12 × 10⁻². ഇത് സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ കിട്ടുന്നത് 2.3 × 10⁻². ആക്സിലറേഷൻ ആയതുകൊണ്ട് യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്². അപ്പൊ ഒരു സംശയം വരും, ഇവിടെ ഇവര് 0.2 എന്നല്ല എഴുതിയേക്കണേ, 0.12 എന്നല്ല എഴുതിയേക്കണേ, ഞാൻ എന്താണ് ഇങ്ങനെ 12 × 10⁻² എന്ന് എഴുതിക്കണേന്ന് ഡൗട്ട് വന്നാൽ ഈ 12 × 10⁻² ആണ് എന്ത് വരിക? ഇത് ചെയ്യുമ്പോൾ ആൻസർ എന്താ വരിക? 0.12. അവർ നേരിട്ട് ആൻസർ എഴുതിയെന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നാളത്തെ എക്സാമിന് വേണ്ടി നോക്കേണ്ടത്. ഇതിലിപ്പോ ഈ ചാപ്റ്റർ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചെയ്ത ചോദ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ വരാനുള്ള സാധ്യത ഉണ്ടാവും എന്തായാലും. അപ്പൊ ഏതെങ്കിലും ചോദ്യങ്ങളിൽ ഡൗട്ട് വരികയാണെങ്കിൽ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. എന്നിട്ട് ആ ഡൗട്ട് വരുന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചാൽ മതി. അപ്പൊ ഞാൻ വാട്സപ്പിൽ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു.